മാഡം, മിനിസ്റ്റർ രാജൻ ഗ്രൂപ്പിന്റെ പേഴ്സണൽ സ്റ്റാഫ് ബാലേന്ദ്രന്റെ ബാഗാണിത്. അയാളുടെ മൊഴി ഞാൻ എടുത്തിരുന്നു. മിനിസ്റ്റർ പറഞ്ഞ പ്രകാരം അയാൾ ഗോൾഡ് ട്രാൻസ്പോർട്ട് ചെയ്യായിരുന്നു. അതിനിടയിലാണ് ആക്സിഡന്റ് സംഭവിച്ചത്. ബെന്നിക്ക് എത്ര വർഷത്തെ സർവീസ് ഉണ്ട്? മാഡം, എത്ര വർഷത്തെ സർവീസ് ഉണ്ട്? 18 വർഷം. എവിടെ താമസം? ഇവിടെ പറവൂർ തന്നെ. സ്വന്തം വീട്? അല്ല, വാടക വീട്ടിലാണ്. 18 വർഷത്തെ സർവീസ് ഉണ്ടായിട്ടും വാടക വീട്ടിൽ താമസിക്കുന്ന ബെന്നിയുടെ സത്യസന്ധത എനിക്ക് മനസ്സിലാവും. പക്ഷെ ഈ കേസിൽ താൻ ഇനി ഇടപെടണ്ട. പക്ഷേ മാഡം, എവിഡൻസസ് എല്ലാം നമുക്ക് അനുകൂലമല്ലേ? എവിടെ? ഇത്രേ ഉള്ളൂ എവിഡൻസിന്റെ ലൈഫ്. ഹോസ്പിറ്റലിലെ CCTV ഫുട്ടേജ് അരമണിക്കൂർ മുമ്പ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽ എത്തിക്സിനൊന്നൊരു വിലയില്ലല്ലേ മാഡം? ഇതൊരു ഹൈ പ്രൊഫൈൽ കേസാണ്. തൊട്ടവരുടെ കൈപൊള്ളും. ബെന്നിയൊന്നും കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. പിന്നെ ആ പിള്ളേരുടെ കാര്യം താൻ ഇനി ഇടപെടണ്ട. ബെന്നി, തലയിലിരിക്കുന്ന തൊപ്പിയുടെ ആത്മാർത്ഥത വേണം. പക്ഷേ അതിനാദ്യം തലയിലൊരു തൊപ്പി വേണ്ടേ? ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. യു മേ ഗോ. നമ്മുടെ ഡേറ്റാ ബാങ്കിൽ ഒരു പഴയ കേസുണ്ട് മാഡം. 6 വർഷം മുമ്പ് പനങ്ങാട് നടന്ന ഇതുപോലൊരു ക്രിസ്മസ് രാത്രിയിൽ കരോള് കഴിഞ്ഞ് സൈക്കിളിൽ മടങ്ങായിരുന്ന 2 സുഹൃത്തുക്കൾ ആക്രമിക്കപ്പെട്ടു. കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ മാനം രക്ഷിക്കാൻ ശ്രമിച്ച ആ ചെറുപ്പക്കാരൻ്റെ ബോഡി അടുത്ത ദിവസം പോലീസിന് കിട്ടുന്നത് ഫോർട്ട് കൊച്ചി കായലെന്നാണ്. നടന്നതെന്താണെന്നോ നഷ്ടപ്പെട്ടതെന്താണെന്നോ തിരിച്ചറിയാനാവാതെ 6 വർഷമായിട്ട് ആ പെൺകുട്ടി അബോധാവസ്ഥയിൽ കിടക്കുക. എൻ്റെ വീട്ടിൽ എൻ്റെ പെങ്ങളാ മാഡം. അന്നാ രാത്രിയിൽ അവരെ രക്ഷിക്കാൻ ആരും ഇല്ലാതായിപ്പോയി. ഇന്നിപ്പോൾ അവരുടെ സ്ഥാനത്ത് നിൽക്കുന്നത് ഈ പിള്ളേർ. തലയിലെ തൊപ്പിയല്ല, തല പോയാലും ഞാൻ അവരെ രക്ഷിക്കും വേണം. ആ വിളിക്കുന്ന സാറന്മാരോട് കൂടി ഒന്ന് പറഞ്ഞേക്ക്. വെയിറ്റ്. സർ. ശരണ്യ, ആ CIന്റെ കാര്യം എന്തായി? ആളിവിടെ ഉണ്ട്. സ്വല്പം സ്റ്റബേൺ ആണ്. പക്ഷെ ഞാൻ മാനേജ് ചെയ്തോളാം സർ. ആ, താനിപ്പോൾ തന്നെ ക്രൈസ്റ്റ് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. നമ്മുടെ ജലീൽ അവിടെ ഉണ്ട്. ആ ബാലുവിനെ ഷിഫ്റ്റ് ചെയ്യണതിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അതൊന്ന് സോൾവ് ചെയ്യണം കേട്ടാ സർ. എന്താ ഇവിടെ പ്രശ്നം? മാഡം, ഞാൻ മിനിസ്റ്ററിൻ്റെ PA ആണ്. ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന മിസ്റ്റർ ബാലേന്ദ്രൻ ഞങ്ങളുടെ സഹപ്രവർത്തകനാണ്. കുറച്ചുകൂടെ സൗകര്യമുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്തോ ഡോക്ടറിന് ഒബ്ജക്ഷൻ ഉണ്ട് അത്രേ. മാഡം, മിസ്റ്റർ ബാലേന്ദ്രൻ പെർഫെക്റ്റ്ലി ഓക്കെയാണ്. നാളെ വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം. ഫർദർ ട്രീറ്റ്മെൻറ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും ഇപ്പോൾ ഇല്ല. മാഡം, പുറത്തുനിന്ന് ആരെയും അകത്ത് കടത്തിവിടുന്ന് CIയുടെ സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ടായിരുന്നു. അതാ ഞാൻ. കമ്മീഷണർ നേരിട്ട് വന്ന് തരുന്ന ഓർഡറിനേക്കാൾ വലുതാണോ CIയുടെ ഓർഡർ? ആണോ? സോറി മാഡം. ഡോക്ടർ ബാലേന്ദ്രൻ മിനിസ്റ്റർക്ക് വളരെ വേണ്ടപ്പെട്ട സ്റ്റാഫാണ്. ഓക്കെ മാം. അദ്ദേഹത്തിന് വെട്ടേറ്റതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമുണ്ട്. അദ്ദേഹത്തിന്റെ സംരക്ഷണവും തുടർ ചികിത്സയും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. പേഷ്യന്റ് എവിടെയാ? ICUലെ മാഡം. വാപ്പോ ഡിസ്ചാർജ് സമ്മറി എഴുതിക്കോളൂ. വണ്ടി ഇറങ്ങി. എവിടെ? ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു മാഡം. എന്നിട്ട് എവിടെയെന്ന്? മാഡം,
ജോർജ്. ആ സാർ. ഞങ്ങൾ കാരണം ജോർജിയുടെ ലൈഫും കൂടെ റിസ്കിലായി അല്ലേ? ലൈഫൊക്കെ അല്ലല്ലേ മുഴുവൻ റിസ്ക് അല്ലേ സാറേ. ബെന്നി സാർ ഒരു പ്ലാൻ പറഞ്ഞായിരുന്നു. മലയാറ്റൂരുള്ള സാറിൻ്റെ തറവാട് വീട് ഒഴിഞ്ഞു കിടക്കുക. ഇപ്പോൾ തൽക്കാലം ഇതൊക്കെ ഒന്ന് കലങ്ങി തെളിയുന്നവരെങ്കിലും നിങ്ങളെ ഒന്ന് അങ്ങോട്ട് മാറ്റാൻ. ഫുൾ ടൈം കൂടെ നടന്നിട്ട് എനിക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ ജോർജ്. അധികാരം നിലനിർത്താൻ അയാൾ ഏതറ്റം വരെയും പോകും. അയാളുടെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടാൻ അത്ര ഈസി അല്ല ജോർജ്. ഹലോ റിയ, ഞാൻ എത്ര നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കും, നീ എന്താ ഫോൺ എടുക്കാത്തെ? ഹലോ ഹലോ റിയ, കേൾക്കുന്നുണ്ടോ? ഹലോ. സ്മാർട്ട്നെസ് ഒക്കെ ആയിക്കോടോ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അത് എൻ്റെ തരത്തിലുള്ളവരോട് മതി കേട്ടാ. സാറേ, ഗോൾഡ് ഞാൻ തിരിച്ചു തരാം. പക്ഷെ ബാലു സാറെ വിട്ടയക്കാൻ സാറ് പറഞ്ഞായിരുന്നു. അതായിരുന്നു നമ്മൾ തമ്മിലുള്ള ഡീല്. ശരിയാന്ന്, ബാലുവിനെ വിടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കൂടെ വിടാന്ന് പറഞ്ഞിട്ടില്ല. എന്താ ഇനി റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യടോ. അട്ടെ, ഈയിടെ ഉള്ളത് ഞാൻ കൂനമാവ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. കൂനമ്മാവ് കഴിഞ്ഞാ? അപ്പം ഈ ഒരു കാര്യം ചെയ്യും, വരാപ്പുഴ പാലം കഴിഞ്ഞ് ചേരാനല്ലൂർ ജംഗ്ഷനിൽ എത്തുമ്പോൾ നിന്റെ ആളുകൾ ആടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ പൊന്നും ബാലുവിനെയും ഓറെ ഏൽപ്പിച്ചിട്ട് വീട്ടിലോട്ട് പോയിക്കോ. എനിക്ക് വേണ്ടത് നിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാ റിയ ഓളുടെ വീട്ടിലെത്തിക്കോളും കേട്ടാ. ജോർജിയെ, ഈ ഇനി അതിബുദ്ധി കാണിക്കരുത് കേട്ടാ. കാണിച്ച ഈ അത് താങ്ങൂല. ഓക്കെ സാർ. ജോർജ് എന്തു പറ്റി? ജോർജ്, റിയ രാജൻ സാർ പിടിച്ചു വെച്ചിരിക്കുക. ഞാൻ പറയുന്നൊന്ന് കേക്ക്, ഞങ്ങളെ വിട്ടേക്ക്. ഇത് ഞങ്ങളുടെ വിധിയ. നിങ്ങൾ ഇതിന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്. ഞങ്ങൾക്ക് മാത്രം രക്ഷപ്പെടാനായിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ സാറേ. സാറിന് എന്നെ വിശ്വാസമാണ്. അങ്ങനെയാണ് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ബെന്നി സാറേ, എവിടെയുള്ള? എവിടെ? സാറേ, വാങ്ങ. ഗോൾഡ് എവിടെ?